വീഡിയോയിൽ എത്രത്തോളം കാര്യത്തിൽ കാണാൻ പറ്റുന്ന അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഭീമാകാരത്തിൽ തോന്നിക്കുന്ന ഇല്ലേ വലിയൊരു സംഭവമായിട്ട് തോന്നും. പക്ഷെ ഇതിനകത്ത് തണുപ്പാണ്. നമ്മുടെ എന്തോ ഇവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്, അതെന്താണെന്നറിയില്ല. പക്ഷേ ഇതിനകത്തുള്ള തണുപ്പ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. നേരത്തെ കുളിച്ച് കയറുന്നതുകൊണ്ട് മേലെ കണ്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ ശ്രീരംഗപട്ടണം, ശ്രീരംഗനാഥനെ ഇവിടെ നിന്ന് കാണാം. അതിൻ്റെ ഒരു കിളിവാതിൽ മാത്രമാണ്. ഈ ഒരു കേട്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഇടനാഴിയാണ്. എന്തൊരു ഹൈറ്റും എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ കലകളൊക്കെ കസേരകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പഴയ രീതിയിൽ. ശ്രദ്ധിച്ചു നോക്കി കാണുന്നുണ്ടോ? ഇല്ലേ ഇവിടെ കാണാം. എന്താ എഴുതിയിട്ടെന്നുള്ള അറിയില്ല. എന്തായാലും അമ്പലത്തിൻ്റെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തൽക്കാലം നടത്താം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ ബാക്കി വീഡിയോ ആണ്. ആ ക്ഷേത്രത്തിൽ തന്നെ വേറൊരു ഭാഗത്ത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുകളിൽ പോയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ക്ഷേത്രത്തിനകത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കുന്നത്. എന്നിരുന്നാലും അവിടുത്തെ പോറ്റിമാരോടും അധികാരിമാരോടും ചോദിച്ചതിന് ശേഷമാണ് അനുമതി ചെയ്യുന്നത്. അതിനകത്ത് ഇപ്പോൾ ഈ കൽമണ്ഡപങ്ങളും കാണിച്ച് ഈ ഭാഗം കോവിൽ കാണിക്കാറ് ഈ ഭാഗം ഇത് ശരിക്കും ഇതിൻ്റെ ഇവിടെ മീനാക്ഷി അമ്മയുടെ ഒരു പ്രതീക്ഷയുണ്ട്. അതിനപ്പുറത്ത് സുന്ദരം എന്ന് വെച്ചാൽ നമ്മുടെ മധുരയിലുള്ള മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അതേ രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ശരിക്കും നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രം, നമ്മുടെ ഒറിജിനൽ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ അതേ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അത് കാഴ്ചയ്ക്ക് ഇവിടെ അറിയാത്ത